നമ്മളിന്ന് വെക്കാൻ പോകുന്നത് പയറ് കറിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം, നമ്മൾ കുക്കറിൽ തന്നെയാണ് ഡയറക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് നമുക്ക് കുറച്ച് കടുകിടാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കൂടെ കടുകിടുക. പിന്നെ ഏലക്കായ, കരയാമ്പൂ, ഇതെല്ലാം കൂടി കടുകൊന്ന് പൊട്ടി വരട്ടെ. അത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഏകദേശം നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് മൂക്കണം വരെ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മുടെ സവാള, നമ്മൾ സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വരട്ടി വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ സവാളയുടെ കളറൊന്നും മാറി വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കൂടെ മസാലപ്പൊടികൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1-1.25 ഇടാം. 1.25 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ കറി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം നമ്മളൊന്ന് മിക്സാക്കി എടുക്കണം. മസാലപ്പൊടിയുടെ പച്ചമണം മാറണ വരെ നമ്മളൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മളൊരു 2 തക്കാളിയും കൂടി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പും കുറച്ച് ആവശ്യത്തിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ നമ്മൾ പയറും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ കുക്കറിൽ തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണത്. നമ്മൾ ശരിക്കും ഇളക്കി കൊടുത്ത് 3 വിസിൽ വരെ മുന്നേരം വെയിറ്റ് ചെയ്യണം. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറമ്മ അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. നമ്മുടെ സ്വാദിഷ്ടമായ പയറുകറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം.